ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടപ്പം അഥവാ മുട്ടപ്പത്തിരി. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് 2 ഗ്ലാസ് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുള്ള തിക്ക് ബാറ്റർ ആക്കാൻ പോവാണ്. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരിയുള്ള തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി അത് മാറ്റി വെക്കുക. ഇനി നമ്മൾ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി മൈദേനെ നമ്മൾ അതേപോലെ തിക്ക് ബാറ്റർ ആക്കാനാണ്. ഇവിടെ ചൂടുവെള്ളം ഉപയോഗിക്കുന്നില്ല, പകരം പച്ചവെള്ളം, നമ്മുടെ നോർമൽ വെള്ളം തന്നെ ഉപയോഗിക്കാം. വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടോ, നല്ല തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ ബാറ്ററും മൈദയുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ട ഈ മൈദയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബീറ്റർ വെച്ചിട്ട് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിസ്ക് എടുത്താൽ മതി ഇതിന്. ഇപ്പോൾ നമ്മുടെ ആ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൈദയുടെ ബാറ്ററിനെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മൈദയുടെ ബാറ്ററും ഈ അരിപ്പൊടിയുടെ ബാറ്ററും തമ്മിൽ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി അഥവാ ഓട്ടപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ചട്ടിയാണ്, ഒരു ക്ലേ പോട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി വന്ന ശേഷം ഞാൻ ബാറ്റർ ഒഴിക്കുകയാണ്. നല്ല തിക്കായിട്ട് തന്നെ ഒഴിക്കാം. ഞാൻ ഒരു 3 ടീസ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. നല്ലപോലെ മൂടി വയ്ക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് മൂടി മാറ്റി നോക്കുക. നമ്മുടെ ഓട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഓട്ടപ്പം റെഡി ആയിരിക്കും. ചെറിയ തീയിൽ വെക്കണം. ഇനി നമുക്ക് അപ്പം എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ മണ്ണിന്റെ പോട്ടിൽ ഉണ്ടാക്കുന്നത് കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ പാത്രം മാത്രമേ നമുക്ക് ഓട്ടപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഇത് തേങ്ങാപ്പാലിന്റെ കൂടെയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.